എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. സിമ്പിൾ ആൻഡ് ഹെൽത്തി തൈര് സാദമാണ് ഉണ്ടാക്കുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് തൈര് സാദം. വെണ്ണ പോലെയുള്ള തൈര് സാദം കഴിച്ചാൽ മനസ്സും വയറും ഒരുപോലെ നിറയും. സൂപ്പർ ഫുഡ് എന്ന് തൈര് സാദത്തെ വിശേഷിപ്പിക്കാം. ഇത് പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പച്ചരി നല്ലപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. കുക്കറിലാണ് നമ്മൾ ചോറ് തയ്യാറാക്കുന്നത്. സമയവും ലാഭം, ഗ്യാസും ലാഭം. 1 കപ്പ് അരി കുക്കറിലേക്കിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് 1 വിസിൽ വരെ വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം തുറന്ന് ചൂടോടെ ഉടച്ചു കൊടുക്കുക. ചൂടോടെ ഉടച്ചാലേ അരി മാഷായി വരികയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ബട്ടറാണ്. 1 സ്പൂൺ ബട്ടർ ചേർത്ത് ചൂടോടെ യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പാലും 2 കപ്പ് തൈരുമാണ്. ആദ്യം 1/2 കപ്പ് പാൽ ചേർത്ത് യോജിപ്പിക്കുക. കാച്ചി തണുത്ത പാലാണ് ചേർക്കുന്നത്. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് യോജിപ്പിക്കുക. അരി വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നുവെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട. ഇനി 1 കപ്പ് കട്ട തൈര് ചേർത്ത് യോജിപ്പിക്കുക. തൈരിന് അധികം പുളി പാടില്ല. വീണ്ടും 1 കപ്പ് തൈര് കൂടി ചേർത്ത് യോജിപ്പിക്കുക. തൈര് സാദം നല്ല വെണ്ണ പോലെ സോഫ്റ്റ് ആയിരിക്കണം. എത്ര നേരം കഴിഞ്ഞാലും ഡ്രൈ ആവാതെ ഇരിക്കണം. അതിനനുസരിച്ച് കട്ട തൈര് ചേർക്കുക. തൈരിനനുസരിച്ചാണ് തൈര് സാദത്തിൻ്റെ സ്വാദുണ്ടാവുക. ഇനി നമ്മൾക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം. ഇതിനെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ചേർക്കുക. ചൂടായ എണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഗ്യാസ് സിമ്മിൽ വെച്ച് 1/4 സ്പൂൺ കായപ്പൊടി ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 2 പച്ചമുളക് നുറുക്കിയതും 1 തുണ്ട് ഇഞ്ചി ചെറുതായി എരിഞ്ഞതും ചേർത്ത് വഴറ്റുക. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇത് തൈര് സാദത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും തൂവുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പവിഴം പോലെ മനോഹരമായ മാതള നാരങ്ങ മുത്തുമണികളാണ്. ഒരു കാര്യം മറന്നുപോയി, അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറുക്കാൻ. അതുകൊണ്ട് ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് വറുത്ത് തൈര് സാദം അലങ്കരിക്കുന്നുണ്ട്. തൈര് പോരാ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മാതള മുത്തുകളിട്ട് യോജിപ്പിക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. തൈര് സാദം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹോസ്റ്റലിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും മോര്, തൈര് എന്നിവ ഉപയോഗിക്കാതെ സ്പൈസി ഫുഡ്സും ജങ്ക് ഫുഡ്സും കഴിച്ച് വയറിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അൾസർ എന്നിവ വരാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. തൈരും മോരും നല്ലൊരു പ്രോബയോട്ടിക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ നമ്മൾക്ക് ആവശ്യമാണ്. ഫൈബർ ഇല്ലാതെ പോഷകരഹിതമായ ഭക്ഷണം കഴിക്കുന്നത് വഴി വയറിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. നമ്മുടെ കുട്ടികൾ വല്ലപ്പോഴുമൊക്കെ ഹോട്ടൽ ഫുഡ്സും ജങ്ക് ഫുഡ്സും കഴിച്ചോട്ടെ. അതിനോടൊപ്പം ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ഹെൽത്തി ഫുഡ്സ് കൂടി ശീലിപ്പിക്കുക. തൈര് സാദം പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നത് ഒരു പോരായ്മയായിട്ടാണ് ഇന്നത്തെ തലമുറ കാണുന്നത്. അവർക്ക് അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുക. മാതള നാരങ്ങ ചേർക്കുന്നത് കൊണ്ട് രക്തശുദ്ധീകരണത്തിനും അനീമിയ പോലുള്ള അവസ്ഥ വരാതിരിക്കാനും സഹായിക്കും. കുട്ടികളെ കുറ്റം പറയാതെ ചെറുപ്പത്തിലെ അമ്മമാർ ഇങ്ങനെയുള്ള ഫുഡുകൾ അവരുടെ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുക. ഇന്ന് നോൺ വിഭവങ്ങൾ ഇല്ലെങ്കിൽ കുറച്ചിലായിട്ടാണ് പലരും കാണുന്നത്. ആ രീതി മാറ്റേണ്ടതാണ്. നല്ല ഭക്ഷണത്തിലൂടെ നല്ല മനസ്സും അതിലൂടെ നല്ല ആരോഗ്യവും ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടിയാണ്. പറഞ്ഞ് കാടുകയറി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.